സോ നിങ്ങൾ കണ്ട വീഡിയോയില് ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങളുടെ വീഡിയോയുടെ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞങ്ങൾ അത് റിയാക്ഷൻ മുന്നോട്ട് ഇരുന്ന് കാണാൻ പോകണം. We respect your mother and none of this is meant against her as a person, only about certain comments made in that episode. In the reaction she... Hi guys, welcome back. വീണ്ടും നമ്മൾ 2 ദിവസങ്ങളായി സുഹൃത്തുക്കളെ കണ്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ആനീസ് കിച്ചനെ കുറിച്ചാണ്. എനിക്കറിയാം കുറച്ച് ആൾക്കാർക്കെങ്കിലും ഓൾറെഡി ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എയറിൽ നിൽക്കുകയായിരുന്നു. അപ്പം എയറിൽ നിൽക്കുന്ന സ്വന്തം അമ്മേനെ പിടിച്ചിട്ട് വരൂ അമ്മയെ നമുക്ക് ബഹിരാകാശത്തേക്കൊന്ന് പോയി വരാമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകൻ ഇട്ടേക്കുന്ന ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു വ്ളോഗിന് ടൈറ്റിൽ ഇടേണ്ടിയിരുന്നത് എൻ്റെ അമ്മയ്ക്ക് ബഹിരാകാശത്തേക്ക് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനെ വ്ളോഗിനൊരു ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പുള്ളിക്കാരിയെ കുറിച്ചിട്ട് ഈ ആനീസ് കിച്ചൻ ഈ പറയുന്ന ഒരു കുലസ്ത്രീ വൈബുള്ള പല സാധനങ്ങളും, ബോഡി ഷെയിം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ട്രോളുകളായിട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ റിയാക്ഷൻസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വരൂ അമ്മയെ വീണ്ടും നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളി വിട്ടേക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ. എന്നാണെങ്കിൽ ആ വ്ളോഗിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. അടുത്ത കോളുമായിട്ട് വന്നേക്കുവാന്നോ? ഞാനിത് സേവ് ചെയ്ത് വെച്ചു. Guys, she is not ready for this. Okay, Annie ചേച്ചിയുടെ comment will ruin her peace. എന്നാ കോലമാ പ്രിയങ്ക ചീച്ചു കാണിക്കുന്നോ? ഞാനത് പ്രിയങ്ക നായർന്നോ മാറ്റിവെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്നാലോ. എന്റെ ദൈവമേ, നല്ല ഒരു ഇങ്ങനെ ഇരുന്ന കൊച്ചു ഇങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി. സത്യം, ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ. ഗ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷെ ആ ഗ്ലോനെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നില്ല. മെൻഷൻ ചെയ്യുന്നത് ആകെ അയ്യോ മെലിഞ്ഞു പോയല്ലോ എന്നാണ്. സോ നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞാല് ഇവര് തന്നെ ബോഡി ഷെയിം ചെയ്യും. അയ്യോ വണ്ണം വെച്ച അവര് തന്നെ ഓക്കെ അല്ല രണ്ട് സൈഡിലും. വണ്ണം വെച്ചാലും കുഴപ്പമാണ്, വണ്ണം വെച്ചില്ലെങ്കിലും കുഴപ്പമാണ്. ഒരു മാറ്റം ആനീസ് കിച്ചണിൽ ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. ഞാൻ സെയിം ദ സെയിം വേറെ ആരുടെയോ വീഡിയോ ഞാൻ കണ്ടിരുന്നു, പുള്ളിക്കാരി ഇതുപോലെ തന്നെ ബോഡി ഷെയിം ചെയ്തു. ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ ശരിക്കും. അപ്പൊ നമ്മള് അമ്മ ആക്ച്വലി ഈ ഡെഡിക്കേഷനെ പറ്റിയും പറയുന്നുണ്ടായല്ലോ. അപ്പം ഇവർ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കൊന്നും തോന്നില്ല. ബിക്കോസ് ആസ് ആൻ ആർട്ടിസ്റ്റ് ഐ ഫീൽ പ്രൗഡ് ഫോർ ഹർ. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഒരു കാര്യം ചെയ്തു, നിങ്ങളൊക്കെ കേട്ടു കാണും. എന്താണെന്നറിയോ, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു മേക്കപ്പ് ഇടാതെ വരുന്നുണ്ടോന്ന്. അന്നേരം ആ സമയത്ത് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഞാൻ ഫിലിമിൽ വന്നപ്പം ആസ് എ എന്താ പറയാ ഒരു കോളേജ് ഗേൾ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഫിലിമിനെ കുറിച്ച് തന്നെ ആലോചിച്ച ഒരു ഫെയിം, ആ സെലിബ്രിറ്റി ഒക്കെ ഒത്തിരി നല്ലതായിട്ട് ഒരുങ്ങി നടക്കാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്ന രീതിയിൽ ഞാനും ചിന്തിച്ചുള്ളൂ. അല്ലാതെ അതിന്റെ ഡെപ്ത് ഒന്നും ഞാൻ പോയിട്ടില്ല, ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുമില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ മേക്കപ്പ് ഇല്ലാതെ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ സംതിങ് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ട്രൂ ഡെഡിക്കേഷൻ ആണ്. ഇവിടെ ചോദിച്ചത് ഇങ്ങനെ ബോഡി ഷേമിങ് ഇങ്ങനെ പാക്ക് പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സാന്നിധ്യപ്പെട്ട് പറഞ്ഞപ്പോൾ മേക്കപ്പ് ഇല്ലാതെ ട്രൂ ഡെഡിക്കേഷൻ എന്തോ എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കത്തണില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയാ? എന്റെ ഒരു പാർട്ട് ആയിരുന്നു, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, ഞാൻ മുടി വെട്ടിയിട്ടുണ്ട്. അപ്പൊ ആരും ഈ പറഞ്ഞ പോലെ മുടി വെട്ടിയിട്ട് എന്ത് കോലായത് എന്ന് ചോദിക്കാൻ ആരും വന്നില്ല. എവ്രിബഡി അപ്രിഷിയേറ്റഡ് മീ. മോളെ നീ ചെയ്യാൻ പോകുന്നു. യെസ്, അതേപോലെയാണ് ആ കുട്ടിയോടും ഞാൻ ചോദിച്ച മോളെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ മോളെ ആക്ട് ചെയ്തോ. അപ്പം ശരിക്കും ഐ ഷുഡ് അപ്രിഷിയേറ്റ് യു. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മേക്കപ്പ് ഇല്ല ഓ എന്ന് സംഭവം അപ്രിഷിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് പുള്ളിക്കാരി ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഈ അപ്രിസിയേഷൻ ആണ്, ഡെഡിക്കേഷൻ ഒക്കെ ചെയ്തു എന്നുള്ളൊരു സാധനം പറയുമ്പോഴത്തേക്കിന് അന്ന് പുള്ളിക്കാരി ആ ഒരു ഇന്റർവ്യൂവില് പറഞ്ഞ സാധനം ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാവേ. ശരിക്കും പ്രിയങ്കനെ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ പ്രിയങ്ക കാണുമ്പോ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്നാ കോലമാ പ്രിയങ്ക ചീച്ചു കാണിക്കുന്നോ? ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ വല്ല ആക്കിയാലോ എന്ന് ആലോചിക്കുക. ഇതെന്നതാ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കണ്ടേന്ന്. അടുത്ത പുതിയ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അതിന്റെ ഒരു രൂപം, അതിന്റെ ഒരു ഭാഗമായിരുന്നു ഇങ്ങനെ. എന്റെ ദൈവമേ, നല്ല ഒരു ഇങ്ങനെ ഇരുന്ന കൊച്ചു ഇങ്ങനെ പാക്ക് പോലായി പോയി. സത്യം, ആ ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലെ ശരിക്കും. അപ്പൊ നമ്മള് ഈ ഒരു കോലമായി കഴിഞ്ഞാൽ അപ്പം നമ്മൾ അടുത്തൊരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അവെയർ അല്ലേ? ആണ്.
ഇത് സാധാരണ ഈ ടിപ്പിക്കൽ ചില കുടുംബത്തിലുള്ള ആളുകളോ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്നിട്ട് അമ്മടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാറില്ല, മെലിഞ്ഞിരിക്കുകയാണ്, എന്തൊരു കാലമാടാ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, പാക്ക് പോലെ ആയല്ലോ എന്ന് പറയുന്നത്. ചിലർക്ക് വണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു തടിയാടാ ഇത്, അല്ലെങ്കിൽ എന്തൊരു തടിയാടി ഇത്, എന്തു ഓലമായതെന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ടോക്ക് തന്നെയാണ് എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാതെ ഇതൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ കണ്ടോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെഡിക്കേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞേക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ മൈൻഡിൽ അതിനെ അപ്രിസിയേറ്റ് ചെയ്തതായിട്ടല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ പുള്ളിക്കാരി എന്നിട്ട് പിന്നെ ഇപ്പുറത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. പക്ഷെ സ്വന്തം മകൻ എന്നിട്ട് എന്താ അമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം പുള്ളിക്കാരിനെ ഇട്ടങ്ങ് ഉരുട്ടി മറിക്കുകയാണ്. ഇതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുടെ ഭർത്താവും വന്നിട്ട് പറയുന്നുണ്ട് കിട്ടട്ടെ, ഇഷ്ടം പോലെ ട്രോള് കിട്ടട്ടെ, ഇനി വാങ്ങിച്ചു കൂട്ടട്ടെ എന്നുള്ളതിനാണ് ഭർത്താവാണെങ്കിലും പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ബോഡി ഷേവിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അതൊക്കെ ട്രൂ മേക്കപ്പ് ഇല്ലാതെ ഒരാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മറ്റേ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങാന്ന് കേട്ടിട്ട് തേങ്ങ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഫെമിനിസത്തിനെ പറ്റി പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഷോയിൽ തന്നെ. ഫെമിനിസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു തെറ്റായ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പറയുന്നത് എന്നുള്ളൊരിതുണ്ട്. അമ്മയുടെ സംഭവത്തിൽ ഫെമിനിസം എന്തോ ഫെമിനിസം എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഓക്കെ, ഞാൻ 1993 ഫിലിമിൽ വരും. 1993 ഫിലിമിൽ വരുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാൻ ഓൺലി 16, 10th പഠിക്കുമ്പോഴാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ആ 10th പഠിക്കുമ്പം ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്. ഇല്ലേ, നിങ്ങൾ ഏൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ് ഇൻ വൺ ഓർ അതർ വേ. ഞാൻ അന്നത്തെ കാലത്ത് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ഫിലിമിൽ വരുന്നത് ഒരിക്കലും ആരും എന്നെ എതിർത്തില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ഇവിടെ സിനിമയിൽ പോവാണോ എന്ന് ചോദിക്കുന്ന എന്നോടായിട്ട് ഡയറക്റ്റ് ആരും ചോദിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ എന്റെ അപ്പായോടോ അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്റെ കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഐ നെവർ സെഡ് നോ. എന്റെ ഓൺ ഡിസിഷനിൽ എന്ന് ഞാൻ അന്ന് അഭിനയിച്ചു, ഞാൻ ഏൺ ആക്കി, എന്റെ ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ ഞാൻ ജീവിച്ചു. ഇന്ന് സന്തോഷമായിട്ട് എന്റെ 3 മക്കളുമായിട്ട്. അത് വേറെ കഥയാണ്. ഓക്കെ, അല്ല ഞാൻ പറയുക. അപ്പൊ എന്നാന്ന് വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ ഫെമിനിസം എന്താ വേണ്ടത്? അന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് സൊസൈറ്റിയിൽ ചോദ്യം ഉണ്ടായിരുന്നു, ഈ പെൺകുട്ടി അഭിനയിക്കണോ എന്ന് ചോദിച്ചായിരുന്നു. എന്നോടില്ല, ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ദാറ്റ്, എന്നോടില്ല. പക്ഷെ അന്ന് സ്ത്രീകൾക്ക് കുറെ ആൾക്കാർ അവൾ ഇത് ചെയ്യാൻ പാടില്ല, മറ്റേ ചെയ്യാൻ പാടില്ല, മറിച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറെ നിയമങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ 2026 നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കിന് ഡിസ്കഷൻ ആവശ്യമുണ്ടോ? എന്തിനാണ്? അന്ന് വേണമായിരുന്നു. കാര്യം എന്താണെന്നറിയാമോ, ഈ ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട്, ഒത്തിരി കഴിവുള്ള സ്ത്രീകളുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന കുറെ സ്ത്രീകൾ. നീ അടുക്കളയിൽ മാത്രം ജീവിക്കേണ്ടതാ, നീ കെട്ടി വേറെ വീട്ടിൽ പോകേണ്ടതാ. പക്ഷെ ആ കുട്ടിക്കും ജനിക്കുമ്പോഴേ കുറെ ഇൻബോൺ കഴിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചിലപ്പോൾ പഠിച്ചു വന്നതായിരിക്കില്ല, ഇൻബോൺ ആയിട്ട് കുറെ കഴിവുകളുണ്ട്. അത് അടിച്ചമർത്തപ്പെട്ടെടുത്ത് ഇങ്ങനെ സോ കോൾഡ് ഫെമിനിസം എന്ന് പറയുന്ന ആൾക്കാർ ചെന്ന് അവരെ സമൂഹത്തിൽ കൊണ്ടുവരണമായിരുന്നു. അതാണ് എന്റെ കാഴ്ചപ്പാടിൽ ഫെമിനിസം. പുള്ളിക്കാരി ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു ഫെമിനിസത്തെ ഒരു പുള്ളിക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാര്യം ഈ അടുത്ത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇരിക്കുന്ന പല വീഡിയോസിനകത്താണെങ്കിലും ഈ ഫെമിനിസം ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഫെമിനിസ്റ്റുകളായിട്ട് നിൽക്കുന്ന പല ആളുകളും സത്യം പറഞ്ഞാൽ ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണെന്നുള്ളതാണ്. ഈ സ്ത്രീകളെയും സമൂഹത്തിൻ്റെ മുൻനിരയിലായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈക്വലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യപ്പെടുക, ആ ഒരു പെർസ്പെക്റ്റീവ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അപ്പം ആ ഒരു സെൻസിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഈ ഒരു പറഞ്ഞ കാര്യത്തോടൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റുമെങ്കിൽ കൂടി, അല്ലെങ്കിൽ പല കഴിവുകളും പുറത്തോട്ട് കൊണ്ടുവരേണ്ടുന്നതാണ്, അവർക്ക് ഇനി എക്സ്പ്ലോർ ചെയ്യാനെ കൊണ്ട് കുറേ ഉണ്ട്. ആ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇതേ വ്യക്തി തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഹയർ സ്റ്റഡീസ് ഇറ്റലിയിൽ മിലാനിൽ ചെയ്തു. ഷീസ് ലൈക്ക് ഷീസ് ടോൾ, ഒരു വേറൊരു പ്രത്യേക ഭംഗിയാണ്. ഷീസ് ഗോയിങ് ടു ബി ഷീസ് ടേൺ 26. കല്യാണമല്ല ലൈഫിലെ ഏറ്റവും അവസാനത്തെ സംഭവം, മീൻസ് ആദ്യത്തെയും അവസാനത്തെ സംഭവം. പ്രയോറിറ്റി ടു മാരേജ്. ഐ എം സെയിങ് ആദ്യം നല്ല പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം നല്ലൊരു ജോലിയായി എന്നുള്ളൊരു സാധനം പറഞ്ഞപ്പോഴത്തേക്കിന് എന്നാ പിന്നെ ഇപ്പൊ പെട്ടെന്ന് കെട്ടിക്കാലോ എന്നുള്ള സാധനമാണ് പുള്ളിക്കാരി നേരത്തെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓക്കെ കല്യാണം, പെണ്ണിന് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇനി അടുത്ത കല്യാണമാണ് എന്നൊരു സാധനമായിരുന്നു മുമ്പൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഫെമിനിസം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇങ്ങനെയുള്ള ഒരു ആശയമൊക്കെ പങ്കുവെക്കുന്ന ഇതേ വ്യക്തി തന്നെ അന്ന് പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു ഇത്. ഓക്കെ, ജോലി കിട്ടി കഴിഞ്ഞാൽ നേരെ കല്യാണമല്ല. അപ്പം പുള്ളിക്കാരിക്ക് കൃത്യമായിട്ടൊരു മറുപടി അവിടെ തന്നെ കിട്ടുന്നുണ്ട്. കല്യാണം എന്ന് പറയുന്നതല്ല ഒരു ഫൈനൽ, ഈ പരിപാടി എന്ന് പറയുന്നത് ഒരിക്കലും കല്യാണം അല്ല എന്നുള്ള അവിടെ തന്നെ റിപ്ലൈ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മകനെടുത്തേക്കുന്ന ഈ ഒരു വ്ളോഗിനകത്ത് പുള്ളിക്കാരി ആ ഒരു ഈ ആനിസ് കിച്ചണിലൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുടെയൊക്കെ ഒരു അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊരു സാധനം പറഞ്ഞേക്കാൻ നോക്കിയ പോലത്തെ ഒരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനി ബാക്കി കേൾക്കാം. അറിയോ, ഞാനിപ്പോ ഒരു ഷോ ചെയ്യും. ആ ഷോയിൽ ഒരു സജിത എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്ന ഒരു പാചകം അറിയാതെ ആ കുട്ടി ആ വീട്ടിൽ എന്തോരം ഇൻസൾട്ടഡ് ആയി എന്നുള്ളത് ആ കുട്ടി
വേദനപരമായി പറയുന്ന പാചകം അറിയണമെന്നുണ്ടോ? കുറച്ച് വേണം. ജീവിക്കണ്ടേ? എന്നും നമുക്ക് സ്വിഗ്ഗി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തോ ജീവിക്കാൻ പറ്റില്ല. നമ്മളിപ്പം കല്യാണം കഴിച്ച വീട്ടിൽ പോകുന്ന അപ്പൊ ഹസ്ബൻഡിന് കുക്ക് ചെയ്യൂടെ? ചെയ്യാം, രണ്ടുപേർക്കും ചെയ്യാം. ഇല്ലെന്ന് ഞാൻ പറയും. ഇവിടെ എന്റെ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ 3 മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിലപാട് സിംഹമേ. ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ല. അതായത് ഇതുപോലെ സജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ കല്യാണം കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തി മുമ്പ് വിൻസി പുള്ളിക്കാരുടെ ആനി സ്വീച്ചിന് വന്ന സമയത്തേക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്നത് പെൺകുട്ടികളെ പറയില്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ ബേസിക്കലി ഒന്നും പഠിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം പട്ടിണി ഇല്ലാതെ പോകുന്ന ഒരു ചായ ഇടാൻ അറിയണം, അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം, അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയണം. അതൊക്കെ പഠിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും പഠിക്കരുത്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് പിടിക്കുകയല്ലായിരിക്കും. അത് പഠിക്കുന്നതല്ലേ എളുപ്പം. എല്ലാവരും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്നതാണ്. ഞാൻ എന്റെ 3 പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചു. പുള്ളിക്കാരി ഭയങ്കര രസമാണ് കേട്ടോ. ആദ്യം സജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പാചകം അറിയാത്തതിൻ്റെ രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പഠിക്കണം. എന്നാൽ ഇതേ വ്യക്തി കുറച്ച് മുന്നേ പറഞ്ഞേക്കുന്ന കാര്യമാണ് നിങ്ങളൊന്നും പഠിക്കണ്ടെന്ന്. നിങ്ങൾ കല്യാണത്തിന് ശേഷം അവരുടെ ടേസ്റ്റ് എന്താണെന്നോ അതിനനുസരിച്ച് നിങ്ങൾ പരിപാടി സെറ്റ് ചെയ്താൽ എന്നുള്ളതാണ് പറയുന്നത്. ഭയങ്കര രസമാണ്. നിങ്ങൾ അടുത്ത ബിഗ് ബോസിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ. ഇനി ഇത് കഴിഞ്ഞ് പറയുന്ന അടുത്തൊരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും വർഷം കൊണ്ട് കേൾക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോഴത്തെ കുട്ടികൾ തിരുത്തുന്നുണ്ട്. ഞാൻ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഡു ദാറ്റ്. പക്ഷേ എന്നാ പറ്റി ക്ഷീണിച്ചു പോയോ എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു നാട്ടു നടപ്പാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയോ? അല്ല, നമ്മുടെ അടുത്ത് പല ആളുകൾ ഇത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഫീൽ ആയിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളെ പോയിട്ട് ഇങ്ങനെ പറയാമെന്നുള്ള ഒരു ലൈസൻസ് കാര്യങ്ങളൊന്നും അല്ല. പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും സംസാരിക്കുമ്പോൾ അതിലെ ചെറിയ വാക്കുകളിൽ ഉണ്ടാകുന്ന പിഴവുകൾ പോലും ആളുകൾ ഓഡിറ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ ആളുകൾ പറയും. അപ്പോൾ എന്താണെങ്കിലും ഇവരെ റിയാക്ട് ചെയ്തേക്കുന്ന ആ കുട്ടികൾ, ആ ഗേൾസില്ലേ, അപ്പോൾ അതിലൊരാൾ വന്നിട്ട് ഈ വീഡിയോയ്ക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹായ് റൂഷിൻ, ഐ എം വൺ ഓഫ് ദ ഗേൾസ് ഇൻ ദ റിയാക്ഷൻ വീഡിയോ. The other girl is my friend. We respect your mother and none of this is meant against her as a person. Only about certain comments made in that episode. In the reaction, she mentioned that when she was younger and acted as a boy in a movie, people appreciated her effort and didn't shame her, which is a good thing. Our point was simply the same. The same kind of appreciation could have been shown to Priyanka. She came back after a visible transformation and glow up, which takes effort, and instead of comments that felt like body shaming, it could have been acknowledged more positively. This isn't hate or trolling, it's just a conversation about how words matter, especially on public platforms. Hope you all have a good day എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതന്നെയാണ്, പുള്ളിക്കാരുടെ അടുത്തൊരു ഹേറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചേക്കുന്ന പുള്ളിക്കാരി പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഞാൻ എന്താണെങ്കിലും ഇതിനെ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പ്രിയങ്ക, ഇപ്പോൾ പുള്ളിക്കാരിക്ക് അത്ര ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒന്ന് പറയുന്നത്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർ അതിനെ ഈ രീതിയിൽ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് എത്ര സ്വാതന്ത്ര്യം ഉള്ള ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരാൾക്ക് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്ന പല ആളുകൾക്കും ട്രോമ ഉള്ളൊരു സാധനമാണ്. നമ്മൾ ചിലപ്പം തമാശ രീതിയിൽ ആ ഒരു ഫ്രണ്ട്ലി വൈബിൽ നമ്മൾ പറഞ്ഞാൽ പോലും ചില ആളുകൾക്ക് അത് കുറച്ച് ബാഡായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ കമന്റ് ഇട്ടേക്കുന്ന ഈ ഗേൾസ് ആണെങ്കിൽ അവരുടെ ഇൻസ്റ്റയിലും മറ്റൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് ഭയങ്കര വൈബിൽ നടക്കാണ്. സോ നിങ്ങൾ കണ്ട വീഡിയോയില് ഞങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ അത് റിയാക്ഷൻ ഇങ്ങോട്ട് ഇരുന്ന് കാണാൻ പോകണം. എന്നാ പോലെ ഡെലൂല് പോലെ പറയായിരുന്നു ആനി ചേച്ചിന്റെ കയ്യിൽ എത്തണം. We are happy that he had a conversation with his mom. ഇപ്പൊ ഇതിന്റെ ട്രോൾസും റിയാക്ഷൻസും ഒക്കെ വന്നതിന്റെ ഒക്കെ ആണെങ്കിൽ അവര് എടുത്ത ഇൻസ്റ്റയിലെ സ്റ്റോറി ഒക്കെ ഇട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. റിയാക്ട് ചെയ്തവരും ഇവർ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇനി ശേഷം ഈ ഒരു വീഡിയോക്കകത്ത് കുറച്ച് ഭാഗങ്ങൾ ഉണ്ട്, നമുക്ക് അതോടൊന്ന് കാണാം. ഹലോ, എന്തായി മക്കളെ? ഞാൻ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയ വീഡിയോ ഉണ്ടോ? എടാ, നീ എന്ത് തുടങ്ങിയത്? ആക്ച്വലി എന്താണ് പറയൂ. അല്ല, തൊഴിൽ ഇതങ്ങ് ഉറപ്പിക്കാൻ പോവാണോ വ്ളോഗ്? ചുമ്മാ ഇരിക്കുന്നത്. ഇപ്പൊ അപ്പൊ നീ എന്റെ കൂടെ ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട്
നീ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത്? അഭിനയിക്കാനുണ്ടോ, ആക്സിഡന്റ് ആയിട്ടാണോ, നീ പെർഫ്യൂമിന്റെ ബിസിനസ് ഉണ്ടോ, വ്ളോഗ് ഉണ്ടോ, എന്താണ് പ്രശ്നം പറയാ? ചുമ്മാ ഇത് തുടങ്ങാന്ന് വിചാരിച്ചു. എന്നെ കൂടെ കുഴപ്പമുണ്ടാക്കില്ലേ? ഞാനിവിടെ മര്യാദയ്ക്ക് പോവാണ് കേട്ടോ. നീ അമ്മയുടെ ട്രോളൊക്കെ എന്തായിരുന്നു ചോദിച്ചോ? അമ്മയുടെ അടുത്ത് പറയൂ, സന്തോഷത്തോടെ ട്രോൾ സ്വീകരിക്കാൻ പറയൂ. ട്രോളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഉണ്ടെന്നല്ല അറിയുള്ളൂ. ഗംഭീരമായിട്ട് അമ്മയ്ക്ക് ട്രോൾ കിട്ടണം. എല്ലാ ട്രോൾ എന്നെയൊക്കെ എന്തുമാത്രം ട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവരൊക്കെ പടയൊക്കെ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചാ ആയിക്കോട്ടെ. എന്റെ തൊഴിലിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകണം. 3 തരത്തിന് ഫീസ് കൊടുക്കണ്ടേ? അതിനിട്ടില്ലേ ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ഒരു കലാജീവിതമല്ലേ അതൊക്കെ? സന്തോഷമല്ലേ ഇതൊക്കെ? ഗംഭീരമായിട്ട് ആക്ച്വലി നീ ഡിസൈഡ് ചെയ്യും ഏതാണ് ചെയ്യാൻ പോണെന്ന്. സംഭവം ഇവരെല്ലാവരും ഭയങ്കര വൈബ് ആൾക്കാരാണ്, ഭയങ്കര ചില്ല് മൈൻഡാണ്. പിന്നെ ട്രോളിനൊക്കെ ആ ഒരു രീതിയിൽ മാത്രമേ ഇവർ കാണുന്നുള്ളൂ. അതൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് വ്ളോഗിങ് എടുക്കുമ്പോഴത്തേക്കിന് ഇപ്പം പുള്ളിക്കാരി ആണെങ്കിൽ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്, നീ വ്ളോഗ് എടുക്കാനാണോ, നിനക്ക് മറ്റൊരു ഇതൂടെ വേണം അത് ഇതെന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആക്ച്വലി വ്ളോഗിങ് എന്ന് പറയുന്നത് ഭയങ്കര മോശം കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വലിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ. അത് നിങ്ങളാണെങ്കിലും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എനിക്കും പറയാനുള്ളൂ. നമ്മുടെ വ്ളോഗിങ്, സോഷ്യൽ മീഡിയ, ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ പറ്റും കേട്ടോ. സീരിയസ്ലി നിങ്ങളുടെ അടുത്താണെങ്കിലും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, കയ്യിൽ ക്യാമറ ഉണ്ട്, വായി കിടക്കുന്ന നാക്കാണ്, പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വ്ളോഗർ ആവണമെന്ന് തന്നെ നിർബന്ധമില്ല. നമ്മളൊരു ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ക്രിയേറ്റർ ആയെന്നാണെങ്കിൽ കൂടി ആ രീതിയിലും വലിയ രീതിയിലും ലൈഫ് ചേഞ്ച് ആയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം പണ്ട് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഞാനും ടിക്ടോക്ക് ഒക്കെ ചെയ്ത് വന്നേക്കുന്ന ഒരാളാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പരിഹാസങ്ങളും അത് ഇതൊക്കെ അടുത്തറിയുന്ന ആൾക്കാരും തന്നെ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പണ്ട് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വന്നൊരു ഒറ്റ നെഗറ്റീവ് കമൻറ്റ് നമ്മുടെ അടുത്തൊരു സുഹൃത്തിട്ടേക്കുന്ന അതിനോട് തോന്നിയേക്കുന്ന ഒരു വാശി കൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ട് പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നേക്കുന്ന ആൾക്കാർ ഇന്ന് അവരുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ആയിട്ട് അവർ വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സായി, അവരുടെ ഫിനാൻഷ്യലി സെറ്റായി, അവർക്ക് ഫെയിം വൈസ് ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലോട്ട് വന്നേക്കുന്ന പല ആൾക്കാരുണ്ട്, പിന്നീട് സിനിമയിലോട്ട് എത്തിയേക്കുന്ന ആൾക്കാരുണ്ട്, ബിഗ് ബോസിലോട്ട് എത്തിയേക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും. പക്ഷെ അന്ന് ഈ പരിഹസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ആനീസ് കിച്ചൺ ഇപ്പോൾ ബഹിരാകാശത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് സ്വന്തം മകൻ തന്നെ തള്ളിക്കയറ്റി വിട്ട് അങ്ങ് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.